കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിന്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ആഴ്ചയിൽ സങ്കീർത്തനങ്ങളിൽ ഭാഗം 1 പാഠം പഠിക്കുവാൻ കടന്നു വന്ന, ചിന്തിക്കുവാനും പാഠം പഠിക്കുവാനും ചിന്തിക്കുവാനുമായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത് എബ്രായർ കൃതി ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നിന്നും, സങ്കീർത്തനം 122 നിന്നും, സങ്കീർത്തനം 15-ഉം 24 നിന്നും, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നിന്നും, സങ്കീർത്തനം 5, സങ്കീർത്തനം 51-7 മുതൽ 15 വരെയുള്ളതായ ഭാഗങ്ങളിൽ നിന്നുമാണ് ഈ ആഴ്ചയിലെ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. മനഃപാഠവാക്യം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിലെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളുടെ ഓരോരുത്തരെയും കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന സകല ജ്ഞാനങ്ങളെയും കുറിച്ച് ഗ്രഹിപ്പാൻ കർത്താവ് അവിടുന്ന് അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും മുദ്രയിടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം ഞങ്ങൾ അറിയുന്ന ആ സത്യത്തിനനുസരിച്ച് ജീവിപ്പാൻ അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർപ്പിക്കുന്നു. അവിടുന്ന് വഴി നടത്തണമേ. അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം തിരുഭാഗിരിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണം. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണം. സകലമാനവും മഹത്വവും തിരുമിനെടുക്കണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ഏതൊരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വാസിയെ സംബന്ധിച്ച് വെളിപ്പാടിലുള്ളതായ പ്രതീകങ്ങളെ മനസ്സിലാക്കുവാൻ, പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ അടയാളങ്ങൾ, അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കുവാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ തക്കോണം അവൻ തിരയുന്നത്, അല്ലെങ്കിൽ അവർ തിരയുന്നത് തിരുവെഴുത്തിലെ പഴയ നിയമ പുസ്തകത്തിലുള്ളതായ ഓരോ അടയാളങ്ങളെക്കുറിച്ചും സൂചകങ്ങളെക്കുറിച്ചും ആയിരിക്കും. കാരണം അത് ആരായുന്നത് കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ മർമ്മങ്ങളെ കൂടുതലായി ഗ്രഹിക്കുവാൻ സാധ്യമാക്കി തീർക്കും. വെളിപ്പാട് പുസ്തകത്തിലുടനീളം നാം കാണുന്നതായ ഓരോ സൂചകങ്ങൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ തിരുവെഴുത്തിൽ പലയിടങ്ങളിലും നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ ആരാഞ്ഞു നോക്കുവിൻ, അവ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കയില്ല. യഹോവയുടെ വായല്ലോ, യഹോവയുടെ ആത്മാവാണ് അതിനെ കൂട്ടി വരുത്തുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യെശയ്യാ പ്രവചനം 34-16 വാക്യം നാം വായിക്കുമ്പോൾ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവേൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്,
അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. ആയതിനാലാണ് ദൈവത്തിൻ്റെ തിരുവചനം ഈ വണ്ണം പറയുന്നത്: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത് എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. തിരുവചനത്തിലുള്ളതായ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തിരുവചനം തന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനി എന്ന ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം എന്ന് അപ്പോസ്തലനായ പത്രോസ് എഴുതിയിരിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് തിരുവെഴുത്തിലെ വ്യാഖ്യാനം ചെയ്യുന്നത് തിരുവെഴുത്ത് കൊണ്ട് തന്നെ ആയിരിക്കണം. അതിനെ നമ്മൾ പറയും സോള സ്ക്രിപ്ചറ എന്ന് പറയും. അപ്പോ തിരുവെഴുത്താണ് തിരുവെഴുത്തിന്റെ വ്യാഖ്യാനി. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഓരോ അടയാളങ്ങൾ, പ്രതീകങ്ങളെ വ്യാഖ്യാനിക്കണമെങ്കിൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുൻപുള്ളതായ വേദപുസ്തകം മുഴുവനും പരിശോധിച്ചേ മതിയാകും. വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ ആ സൂചകങ്ങളെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ളതായ സൂചന വാക്യങ്ങൾ നമുക്ക് ലഭ്യമായി തീരും. അങ്ങനെ നമുക്ക് സത്യം പഠിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരൻ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ തിരുവെഴുത്തിലെ പ്രതീകങ്ങളെ കുറിച്ചുള്ളതായ അർത്ഥം മനസ്സിലാക്കുവാൻ പഴയ നിയമം മുഴുവനും പരിശോധിക്കുന്നത്. അപ്പോ പഴയ നിയമത്തിൽ അന്തർലീനമായി കിടക്കുന്നതായ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ പ്രതീകങ്ങൾ, ആ അടയാളത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വർണ്ണങ്ങൾക്കുള്ളതായ ശരിയായിട്ടുള്ളതായ ഒരു ഉറവിടം എന്ന് പറയുന്നത് നമുക്ക് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ അതൊരു ആത്മീയമായ കാവ്യങ്ങളാണ്, അല്ലെങ്കിൽ പരിഭാവനമായ കാവ്യങ്ങളാണ്. ആത്മീയമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആത്മീയ പ്രചോദനം ലഭിച്ചിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവർ ക്രോഡീകരിച്ചതായ കാവ്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ കാവ്യത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പല മനുഷ്യരുടെയും അനുഭവങ്ങളെ അവിടെ ക്രോഡീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതായ ഓരോ പ്രതികൂലങ്ങളിൽ ദൈവം എങ്ങനെയാണ് അവരെ സംരക്ഷിച്ചത്, എങ്ങനെയാണ് അവരുടെ ഹൃദയത്തിന് സന്തോഷം നൽകിയത്, എങ്ങനെയാണ് അവർക്ക് രക്ഷയുടെ സന്തോഷം തിരികെ കൊടുത്തത്, അവരുടെ പാപകലമായ ആ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് അവരെ വീണ്ടെടുത്ത് അവരെ കരകയറ്റിയത് എന്ന് വ്യക്തമായി സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം എങ്ങനെയാണ് നമ്മെ വീണ്ടെടുക്കുവാൻ പോകുന്നതെന്നും കൂടെ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല സങ്കീർത്തനങ്ങളും പ്രവചനങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുവിൻ്റെ വരവ് വരെ പ്രവചനങ്ങളിൽ ഈ സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആത്മീയ പ്രചോദനത്താൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പരിഭാവനമായ കാവ്യങ്ങളാണ്, കവിതകളാണ് സങ്കീർത്തനങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയുടെ അനുഭവം അവിടെ കാണുവാൻ കഴിയും. വളരെ ശ്രദ്ധയോടുകൂടെ സങ്കീർത്തനം നാം വായിക്കുകയാണെങ്കിൽ നാം എത്തിച്ചേരുന്നത് ജീവനും ചൈതന്യമുള്ളതായ വെളിപ്പെടുത്തുന്നതായ വെളിപ്പാട് പുസ്തകത്തിലാണ്. അത് അന്ത്യകാലത്തേക്ക് വേണ്ടി എഴുതപ്പെട്ടതായ ഒരു പുസ്തകമാണ്. അന്ത്യകാലത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒരു പുസ്തകം, തുറന്നിരിക്കുന്നതായ ഒരു പുസ്തകം. ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുകയാണെങ്കിൽ അത് വെളിപ്പാട് 14-ാം അധ്യായത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഈ വെളിപ്പാട് 14-ാം അധ്യായത്തിൽ ദൈവജനത്തിന്റെ അന്ത്യകാല വേലയെക്കുറിച്ച് അത് പ്രതിപാദിച്ചിരിക്കുന്നു. ലോകത്ത് ന്യായവിധി വരുവാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. സങ്കീർത്തനവും ഈ 14 അധ്യായം നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ സങ്കീർത്തനത്തിൽ പറഞ്ഞത് പോലെ വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പതിയും. ന്യായവിധിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നുവെങ്കിൽ സങ്കീർത്തനത്തിലും ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ച് സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ ന്യായവിധിക്കുവാൻ വരുന്നുവെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. വെളിപ്പാട് പുസ്തകം പറയുന്നു ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോ ഇത് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില സങ്കീർത്തനത്തിലെ വാക്കുകളും വെളിപ്പാട് പുസ്തകത്തിന്റെ വാക്കുകളിലും തമ്മിൽ സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ തിരുവെഴുത്തിൽ കാണുന്നതായ സകല കാര്യങ്ങളും ദൈവത്തിന്റെ തിരുവെഴുത്തിലെ സത്യങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മെ എളുപ്പമാക്കി തീർക്കും. ഇസ്രായേൽ മക്കൾക്ക് എന്ത് വേലയാണ് ദൈവം കൊടുത്തത്, അതേ വേല തന്നെ അന്ത്യകാലത്ത് ജീവിക്കുന്ന ദൈവജനത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കി പഠിപ്പിക്കും. അപ്പോ തിരുവെഴുത്ത് ശരിയായ വണ്ണം മനസ്സിലാക്കണമെങ്കിൽ തിരുവെഴുത്ത് മുഴുവനും നാം അന്വേഷിച്ച് നോക്കണം, ആരാഞ്ഞ് നോക്കണം. എങ്കിൽ മാത്രമേ ദൈവം പറഞ്ഞതായ സത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലരും പറയുന്നത് പുതിയ നിയമം മാത്രം നോക്കിയാൽ മതി എന്നാ. അല്ല, പഴയ നിയമം ആണ് നാം നോക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ പുതിയ നിയമം ഉണ്ടായിരുന്നില്ല. അവർ ജീവിച്ചത് പഴയ നിയമ പുസ്തകം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ പുതിയ നിയമകാലത്തും പുതിയ നിയമം ഉണ്ടായിരുന്നില്ല. അപ്പോസ്തലന്മാർ പരിശോധിച്ചുകൊണ്ടിരുന്നതെല്ലാം പഴയ നിയമത്തിന്റെ പതിപ്പുകളാണ്. അവരെ കാലശേഷമാണ് നമുക്ക് ഈ പുതിയ നിയമം നമുക്ക് ലഭിക്കുന്നത് തന്നെ. അപ്പൊ അത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുവചനം പുതിയ നിയമം എപ്പോഴാണ് എഴുതിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമാകുന്നതാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയുടെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് എഴുതിയിരിക്കുന്നതായ വചനം അത് പഴയ നിയമത്തെ കുറിച്ചാണ്. അവിടെ ആ വാക്യം എഴുതുമ്പോൾ പുതിയ നിയമ പുസ്തകം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ അപ്പോസ്തലന്മാരും കർത്താവായ യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്നത് പഴയ നിയമ പുസ്തകമാണ്. അപ്പോ ഈ പഴയ നിയമം ഇല്ല എങ്കിൽ പുതിയ നിയമമില്ല, പുതിയ നിയമമില്ല എങ്കിൽ പഴയ നിയമമില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. നമ്മൾക്ക് ഈ വേദപുസ്തകത്തിൽ ഒന്നും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ശനിയാഴ്ചത്തെ ഭാഗമാണ് ഈ നമ്മൾ നോക്കിയത്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ മഹാപുരോഹിതൻ സമാഗമന കൂടാരത്തിന്റെ പണി മോശയെ ഏൽപ്പിച്ച സമയത്ത്, ഞാൻ നിന്നെ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം തന്നെ അതിനെ ഉണ്ടാക്കണമെന്ന ദൈവം മോശയോട് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം നാം വായിക്കുമ്പോൾ, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയുണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ദൈവം മോശയോട് പറയുകയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കണം. ആ മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കുവാൻ നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം എന്ന് ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. എബ്രായർ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 5 വരെ നാം വായിക്കുമ്പോൾ നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തു ഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏതു മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലത് വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാടർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തു. അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിന്റെ ഒരു നിഴലായിരുന്നു ഭൂമിയിൽ മോശ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞ് സ്വർഗത്തിലുള്ള ആ മാതൃക പ്രകാരം എന്ത് ചെയ്യണം? ഒരു സമാഗമന കൂടാരം, ഒരു തിരുനിവാസം, ഒരു വിശുദ്ധ സ്ഥലം നീ ഉണ്ടാക്കണം എന്ന് മോശയോട് പറയാണ്. അല്ലെങ്കിൽ കൂടാരം തീർക്കണമെന്ന് മോശയോട് ദൈവം പറയുകയാണ്. ആ കൂടാരത്തിലെ ശുശ്രൂഷകനായ മഹാപുരോഹിതൻ എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ നമുക്കുള്ള മഹാപുരോഹിതനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെ നാം വായിക്കുമ്പോൾ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളയുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനാൽ ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നിയമമുള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. ഈ ലേഖനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പഴയ നിയമ കൂടാരത്തിലുള്ളതായ സകല കാര്യങ്ങളും സകല വസ്തുക്കളും കർത്താവായ യേശുവിനെ പ്രതിനിധാനം ചെയ്തതാണ്, സൂചിപ്പിച്ചതായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് നാം നിഴലും ദൃഷ്ടാന്തവുമായതിൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നത്. ദൃഷ്ടാന്തവും നിഴലുമായതിൽ, സ്വർഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നത്.
അത് സ്വർഗത്തിലെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു പ്രതിബിംബമായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മെ കാട്ടിത്തരുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതായ കൂടാര ശുശ്രൂഷകളും അതിലെ മഹാപുരോഹിതനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം വീണ്ടും നാം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഈ കൂടാരത്തിൽ കണ്ടതായ അതേ വസ്തുക്കൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ കൂടാരത്തിലും കാണപ്പെടുന്നു. നിലവിളക്കുകൾ പ്രത്യക്ഷപ്പെടുന്നു, നിയമപെട്ടകം പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഇതൊക്കെയും വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുത്തെ മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിലെ മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 1:10 മുതൽ നമുക്ക് വായിക്കാം. അവിടെ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മർന്ന, പെർഗാമോസ്, ത്വയതൈര, സർദിസ്, ഫിലദെൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും ആയിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതിപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെയും മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെയും വിവരവും എഴുതുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നമുക്ക് കാണുമ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഇത് ഈ ഒരു ഭാഗം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ തിരുവെഴുത്ത് തന്നെ നമ്മെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 19 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇതൊക്കെ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മുൻപ് സംഭവിച്ചതൊക്കെ അത് നമ്മുടെ അറിവിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11 വായിക്കുമ്പോൾ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത് എല്ലാം നമുക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വഴികൾ ഏതാണെന്ന് അറിയുവാൻ തക്കവണ്ണം നാം ഗ്രഹിക്കേണ്ടതിനായിട്ട് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് നാം നിത്യജീവന് കാംക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ നാം ദിനം പ്രതി പരിശോധിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.
യു ഹാവ് ടു ബി വെൽ വേഴ്സ് വിത്ത് ദ സ്ക്രിപ്ചർ എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ശരിയായ വണ്ണം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ നാം പരിശോധിച്ച് അതിൻ്റെ ഭേദാഭേദങ്ങളെ ശരിയായ വണ്ണം ഭേദിക്കുന്നതിൽ നാം സമർത്ഥന്മാരായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസും രേഖപ്പെടുത്തിയിരിക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരായിരിക്കണം. ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ അതിൻ്റെ ഭേദാഭേദങ്ങളെ ശരിയായി വണ്ണം ഗ്രഹിക്കുന്നവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങളൊക്കെ നമുക്ക് ദൃഷ്ടാന്തത്തിന് വേണ്ടി നാം കണ്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ തിരുവെഴുത്തൊക്കെ നമുക്ക് എഴുതിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നാം കണ്ടതായ ഓരോ സംഭവങ്ങൾ, അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ളതായ പ്രശ്നത്തിൽ തലയിടാതെ വണ്ണം നാം സൂക്ഷിക്കണം. നാം ദൈവത്തിൻ്റെ തിരുവെഴുത്തം അനുസരിക്കുവാൻ തക്കവണ്ണം ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ അവർ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം വളരെ ആകാംക്ഷയുള്ളവരായിരുന്നു, സന്തോഷമുള്ളവരായിരുന്നു. അവര് ഓരോ ശബത്ത് ദിവസം വരുന്നതിന് മുമ്പേ ദിവസത്തിലേക്ക് ഇനി ഒരു ദിവസം, ശബത്ത് ദിവസത്തിലേക്ക് ഇനി 2 ദിവസം, ശബത്ത് ദിവസത്തിലേക്ക് ഇനി 3 ദിവസം, അവരിങ്ങനെ കൗണ്ട് ചെയ്യുമായിരുന്നു. ഒരു ശബത്ത് പോലും അവർ ഒഴിവാക്കുകയില്ല. ഇസ്രായേൽ മക്കൾ അത്രമാത്രം ശ്രദ്ധയുള്ളവരായിരുന്നു ശബത്ത് അനുഷ്ഠിക്കുന്നതിൽ. നാം അതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധ ശബത്ത് അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം. നമുക്കൊരു കാര്യം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവകൽപ്പനയും യേശുക്കുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരായ ആണ് ദൈവത്തിന് ആവശ്യം. പഴയ നിയമം മുതൽ നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചവർ നാശത്തിനിടയായി തീർന്നിട്ടുണ്ട് എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്തുടനീളം നാം പരിശോധിക്കുമ്പോൾ കൽപ്പന അനുസരിക്കുക എന്ന് ദൈവം പറയുന്നത്. അപ്പോൾ ദൈവകൽപ്പനയും യേശുവുള്ളതായ വിശ്വാസമുള്ളവരായിരിക്കണം. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകുവാൻ ഏറ്റവും അധികം സന്തോഷിച്ചതായ ഒരു വ്യക്തിയാണ്. കാരണമുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിൽ പാപമോചനമുണ്ട്. അവിടെ യാഗം നടത്തുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. മശിഹ വരുമെന്നും സകലവും യഥാസ്ഥാനപ്പെടുത്തുമെന്നും അവർക്കറിയാമായിരുന്നു. അതിൻ്റെതായ വെളിച്ചത്തിൽ അവർ ഈ ദേവാലയത്തിൽ കടന്നു ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം അവർക്ക് ചെയ്തു കൊടുക്കുവാൻ പോകുന്നതായ ആ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് അവർക്ക് മതിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 122 നാം വായിക്കുമ്പോൾ അവിടെ ദാവീദ് രാജാവ് ഈ വണ്ണം പറയുകയാണ്. 122 സങ്കീർത്തനം വായിക്കുമ്പോൾ, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം എന്തിനു വേണ്ടിയാണ് ആലയത്തിലേക്ക് പോകുന്നത്? ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി അർപ്പിക്കുവാൻ. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവത്തോട് നന്ദിയുള്ളവരായി നാം തീരേണ്ടത്? കാരണം നമുക്കതിന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നാം യോഗ്യരായിരുന്നില്ല. മനുഷ്യൻ പാപത്തിൽ ആണ്ടുപോയപ്പോൾ, അവന് രക്ഷയുടെ വഴി അടഞ്ഞപ്പോൾ ആ വഴി തുറന്നു തന്നത് ദൈവമാണ്. നമ്മെ നിർമ്മിച്ചവനാണ് ദൈവം. ആ നിർമ്മിച്ച ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ഓരോ സൃഷ്ടിയുടെയും കടമയാണ്. ആ കടമ നഷ്ടപ്പെട്ടപ്പോൾ അത് വീണ്ടെടുത്ത് നമ്മെ പുനഃസ്ഥാപിച്ചത് കർത്താവായ യേശുവിലൂടെയാണ്. ആ ഒരു യാഗത്താൽ
ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അന്നുണ്ടതായ ജനങ്ങൾ സന്തോഷിച്ചിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കുവാനോ വിജയം പ്രാപിക്കുവാനോ കഴിയില്ല. സമാധാനമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തിന് വകയുണ്ട്, നമുക്ക് സമാധാനത്തിന് വകയുണ്ട്, സംതൃപ്തരായി ജീവിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ചെല്ലും. അത് ആ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, എൻ്റെ ദൈവത്താൽ ആണ് ഞാൻ വിജയം പ്രാപിക്കുന്നത്, എൻ്റെ ദൈവത്താൽ ഞാൻ നിശ്ചയമായി അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളതായ ആ വിശ്വാസം നമുക്കുമുണ്ടാകണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്താൽ അല്ലാതെ എനിക്ക് ഒരു നന്മയും ലഭിക്കുകയില്ല. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനായി ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നാം ബലഹീനരും പാപികളുമാണ്. ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തിൻ്റെ നാമം നാവിലുച്ചരിപ്പാനോ നാം യോഗ്യരല്ല. മറിച്ച് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നാം പാനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ദയ കൃപ കാണിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കി വിശുദ്ധിയോടുകൂടെ എല്ലാ ആഴ്ചയിലും സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തോട് നാം അടുത്ത് ചെല്ലേണ്ടവരാണ് എന്ന് വ്യക്തമായി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനായിട്ട് നാം ഉത്സാഹിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരാം. സിയോൻ മലയിൽ, വെളിപ്പാട് പുസ്തകം 14 ദൈവമക്കൾ സിയോൻ മലയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 14 അധ്യായം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11 അതിൻ്റെ 1 മുതൽ ഒന്ന് വായിക്കുമ്പോൾ, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിലും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പേ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക അവരുടെ നാവിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഇവിടെ ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, സിയോൻ മലയിൽ അനേക വിശുദ്ധന്മാർ നിൽക്കുന്നത് കാണുകയാണ്. അവരുടെ വായിൽ ഫോഷ്കില്ല. അവർ സത്യം മാത്രം സംസാരിച്ചവരാണ്, നീതിയോടെ ജീവിച്ചവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനം അതിൻ്റെ 15 അധ്യായം നാം വായിക്കുമ്പോൾ, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആർ വസിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു മറുപടി എന്ന വണ്ണമാണ് വെളിപ്പാട് പുസ്തകം 14 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്തവൻ, നാവ് കൊണ്ട് കുരുള പറയാതെ തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നു. വഷളനെ നിന്ദനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ,
തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല. അപ്പോ ഇവിടെ യഹോവയുടെ വിശുദ്ധ പർവ്വതം എവിടെയാണ്? യഹോവയുടെ വിശുദ്ധ പർവ്വതം എവിടെയാണ്? ആരെയാണ് യഹോവ തന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഇതിന്റെ ചുരുക്കം പറയുകയാണ്, ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരെയാണ്, ദൈവം കൽപ്പിച്ചത് പ്രമാണിക്കുന്നവരെയാണ് ദൈവം കൊണ്ടുപോകുന്നത്. വിശുദ്ധരാണ്, സത്യം സംസാരിക്കുന്നവരാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ രീതിയെല്ലാം നാം പരിശോധിച്ചു വരുമ്പോൾ ശരിയായ വണ്ണം ഇന്ന് നാം ആരും ഇതിന് യോഗ്യരല്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം സത്യം മാത്രമേ സംസാരിക്കാവൂ. അപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു വരുമ്പോൾ നാം യോഗ്യരല്ല എന്ന് കാണുവാൻ കഴിയും, നാം പാപികളാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ നിയമം പ്രകാരം നമ്മെ പരിശോധിക്കുമ്പോൾ നാം കുറവുള്ളവരാണ് എന്ന് വ്യക്തമാണ്. എന്നാൽ എൻ്റെ ഈ പാപപരമായ ശരീരത്തിൽ, മരണത്തിന് വിധിക്കപ്പെട്ടതായ ഈ ശരീരത്തിൽ നിന്ന് എനിക്കെങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആയതുകൊണ്ട് കർത്താവായ യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ, പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിട്ടപ്പെട്ടവരാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നീതിയിൻ വസ്ത്രം ധരിപ്പാൻ നാം യോഗ്യരാണ്. ക്രിസ്തുവിൻ്റെ നീതിയിൻ വസ്ത്രം നാം ധരിച്ചവരാണ് എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. യെശയ്യാപ്രവചനം 56:7 അവിടെ സിയോൻ പർവ്വതത്തെക്കുറിച്ച്, യഹോവയുടെ പർവ്വതത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. 7-ാം വാക്യം, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരെ ഹോമയാകളും ഹനനയാകളും എനിക്ക് എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇവിടെ 56-ാം അധ്യായം വായിക്കുമ്പോൾ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുകയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ശബദിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതവണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചു കൊണ്ട് ഇത് ചെയ്യുന്ന മർദ്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശബദ് ഉൾപ്പെടെയുള്ളതായ ദൈവ നിയമം നാം പ്രമാണിക്കുന്നവരായിരിക്കണം. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വിശുദ്ധ ശബദുകളെ ഇടയ്ക്ക് വിട്ടുമാറിയത് കൊണ്ടാണ് ഇതുപോലുള്ളതായ മുന്നറിയിപ്പുകൾ ഇസ്രായേൽ ജനത്തിന് കൂടെ ദൈവം കൊടുത്തത്. ഇന്ന് ജീവിക്കുന്നവരായ നാം ഓരോരുത്തരും പലപ്പോഴും ദൈവത്തിന്റെ വിശുദ്ധ ശബദുകളെ ലംഘിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ നിയമം നാം ലംഘിക്കുന്നു. ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറയുന്ന നിന്റെ സകല കൽപ്പനകൾ ഒത്തതെന്നെണ്ണി അതിനെ പാലിക്കണം, അതിനെ അനുസരിക്കണം. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്താൽ പാമാകും. നീ കുല ചെയ്യുന്നില്ലെങ്കിലും ശബദ് ലംഘിച്ചാൽ നീ പാപിയാണ്. അപ്പോ ദൈവത്തിന്റെ കൽപ്പനകൾ ഒത്തതെന്നെണ്ണി അതിനെ പ്രമാണിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. അത് ദൈവത്തിന്റെ വചനം പറഞ്ഞ ന്യായപ്രമാണത്താൽ നാം വിധിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വേണം നാം ജീവിക്കേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് ദൈവം തന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവരുന്നത്. എവിടെയാണ് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് വളരെ വ്യക്തമാക്കി പറയുന്നു. എബ്രായരുടെ ലേഖനം 12-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വ സംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായപതിക്കും സിദ്ധന്മാരുടെ
മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹാരത്തിനത്രേ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോ സിയോൻ പർവ്വതം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സിയോൻ എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സിയോൻ പർവ്വതം സ്വർഗത്തിലെ സിയോൻ പർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 5 വരെ നാം വായിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നതായ ജനം ദൈവത്തെ ഭയപ്പെട്ട് ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ളതായ ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകം 14-ൽ കാണപ്പെടുന്നത്, സങ്കീർത്തനം 15-ൽ കാണപ്പെടുന്നത് ആയ ആ സ്ഥലം പാപികൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാപികൾക്ക് പ്രവേശനം അവിടെ ഇല്ല. എന്നാൽ ദൈവിക കൽപ്പനകൾ അല്ലെങ്കിൽ സത്യം സംസാരിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നവരാണ്, പാപികളാണ്. ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം എന്നിലില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. അങ്ങനെയുള്ള ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിന്മേൽ വിജയം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ 10-ന്റെ 19-ാം അധ്യായം 19-ഉം 20-ഉം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. താഴോട്ട് വായിക്കുമ്പോൾ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. അപ്പോൾ ഇന്ന് നാം ചെയ്യേണ്ടത് ദൈവകൽപ്പനയനുസരിച്ച് യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവം നമ്മോട് കൽപ്പിച്ചതുപോലെ കൂട്ടായ്മയിൽ പങ്കുള്ളവരായി നാം ജീവിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഈ വണ്ണം പറയുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ 3-ന്റെ 15, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും നിങ്ങൾ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിപ്പിൻ. ഇതാണ് നാം ചെയ്യേണ്ടത്. നാം ബലഹീനരാണ്. നാം മരിക്കുവാൻ തക്കവണ്ണമുള്ളവരാണ്, അല്ലെങ്കിൽ മരിക്കുവാൻ തക്കവണ്ണം നിത്യമരണം അനുഭവിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തവരാണ്. പൈശാചികന്റെ അടിമത്തത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. അങ്ങനെയുള്ള നമ്മെ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, അവിടെ സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്നവരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നാണ്. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോ
ആ 144,000 പേര് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് വചനം പറയും. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമുക്ക് പാപത്തിന്മേൽ വിജയം പ്രാപിക്കണം, കർത്താവായ യേശുവിനെ പൂർണ്ണ രക്ഷിതാവായി സ്വീകരിക്കണം. മാത്രമല്ല, കർത്താവ് പോയതുപോലെ നാം നടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് നീതിയെ പ്രാപിച്ച് ഈ സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കൂ. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് വരാം. നമ്മുടെ ഹൃദയങ്ങളിൽ നിയമം. ഇവിടുത്തെ വിഷയം സിയോൻ പർവ്വതത്തിൽ ഒരുമിച്ച് കൂടിയതായ ആ ജനങ്ങളുടെ നെറ്റിയിൽ പിതാവിൻ്റെ നാമവും അതുപോലെ പുത്രന്റെ നാമവും ഉണ്ടായിരുന്നു എന്നാണ്. പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും നാമം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ട് നാമങ്ങളും ഒന്ന് തന്നെയാണ്. പിതാവിനും കർത്താവായ യേശുവിനും ഒരു നാമമാണ് എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ തിരുവചനം പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സ്വരൂപമാണെന്നാണ്. അവർക്കെല്ലാവർക്കും ഒരേ നാമമാണ് എന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മോശയ്ക്ക് ദൈവത്തിന്റെ തേജസ് കാണിച്ചു കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു. പുറപ്പാട് പുസ്തകം മോശ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശയ്ക്ക് അത് കാണുവാൻ വളരെ ആഗ്രഹമായിരുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വരെ നാം വായിക്കുമ്പോൾ, യഹോവ എന്നെ മോശയോട് കൽപ്പിച്ചതെന്നാൽ മുമ്പിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം. നിന്നോടുകൂടെ ആരും കയറരുത്. പർവ്വതത്തിൽ എങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിന് തിരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത്. അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അധികാലത്ത് എഴുന്നേറ്റു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പന 2 കയ്യിലെടുത്തു കൊണ്ടുപോയി. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവൻ എന്ന് രേഖപ്പെടുത്തി. അപ്പൊ ഇവിടെ നമുക്ക് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ നാമം മോശ ഇവിടെ ഘോഷിച്ചത് യഹോവയുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. യഹോവയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് കാരണം നെറ്റിമേൽ എഴുതപ്പെട്ടിരിക്കുന്ന നാമം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അവരിൽ ദൈവ സ്വഭാവം അവരിൽ കാണും. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായി തീരുവിൻ എന്നാണ്. അപ്പോ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്വഭാവം, ആ സ്വരൂപം നമ്മളുണ്ടാവും. അതാണ് നെറ്റിമേൽ നാമം എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിലാക്കും, അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവമായിരിക്കുമെന്നാണ്. അപ്പോ ദൈവത്തിൻ്റെ നാമം നമ്മളിൽ ഉണ്ടായെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന നമ്മളിൽ ഉണ്ടായെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവ സ്വഭാവമുള്ളവരായി നാം ജീവിക്കും. അതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ 10 കൽപ്പനയെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പകർപ്പാണ്. ദൈവ സ്വഭാവത്തിൻ്റെ ഒരു പകർപ്പാണ്. ദൈവത്തിൻ്റെ നാമം നെറ്റിമേൽ എഴുതിയിരിക്കുന്നുവെന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം മുമ്പേ പറഞ്ഞതുപോലെ ദൈവകൽപ്പനയും യേശുക്കളായ
വിശ്വാസമുള്ളവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവനാമം അവൻ്റെ സ്വഭാവമാണ്. അവൻ്റെ സന്മാർഗിക നിയമം അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒക്കെ പകർപ്പാണ്. അതുകൊണ്ട് വിശുദ്ധ പർവ്വതത്തിൽ കാണുന്നവർ ദൈവകൽപ്പന അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു നീതിമാന്മാരുടെ കൂട്ടമാണ്, വിശുദ്ധന്മാരുടെ കൂട്ടമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ന്യായപ്രമാണത്താലല്ല വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പ്രാധാന്യം എന്ത്? 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 3-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമാണ് നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ അവിടെ ദൈവകൽപ്പന അനുസരിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നിത്യജീവനെ പ്രാപിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിലുള്ള വിശ്വാസം താലാണ് ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നത്. ദൈവത്തിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ദൈവകൽപ്പന നാം അനുസരിക്കില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നവർ ദൈവകൽപ്പന അനുസരിക്കും. അതാണ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിൻ്റെ നിയമം നാം പ്രമാണിക്കും. ദൈവത്തിൻ്റെ പുസ്തകം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുക. ബുധനാഴ്ചത്തെ പാഠത്തേക്ക് നാം കടന്നു വരാം. സങ്കീർത്തനം 5 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വീണ്ടെടുക്കപ്പെട്ട ജനവും ത്തിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നമുക്ക് ഏകദേശമൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു പ്രത്യേകത അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വീണ്ടെടുക്കപ്പെട്ടവർ അവർ ദൈവത്തിൻ്റെ കൃപയാലാണ് വീണ്ടെടുക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം യഹോവയായ ദൈവം നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഫോഷ്കിനെ ഇഷ്ടപ്പെടുന്നില്ല. ഫോഷ്ക് പറയുന്നവരെ ദൈവം നശിപ്പിക്കും. നീതികേട് ചെയ്യുന്നവരെയും ദൈവം നശിപ്പിക്കും. ദുഷ്ടതയ്ക്ക് ദൈവം കൂട്ടുകൂടുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നീതിമാനെ ദൈവം രക്ഷിക്കുമെന്നാണ്. ആരാണ് നീതിമാൻ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാണ് നീതിമാൻ. ദൈവത്തിൻ്റെ കൽപ്പന കേൾക്കുന്നവരല്ല, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ നീതിമാന്മാരെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അങ്ങനെയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കയറുകയുള്ളൂ, അല്ലെങ്കിൽ സിയോൻ പർവ്വതത്തിൽ കയറുകയുള്ളൂ. ദാവീദ് രാജാവ് പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്നോടുള്ള ഭക്തിയോടുകൂടെ നിന്നെ ആരാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ദാവീദ് രാജാവിനോടുകൂടെ നമുക്കും ആ വാക്ക് പറയുവാൻ സാധിക്കും. വേറൊരു രീതിയിലും നമുക്ക് രക്ഷയില്ല. കർത്താവായ യേശുവിലൂടെ അല്ലാതെ മറ്റൊരുത്തിനും നമുക്ക് രക്ഷയില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്. ദൈവത്തിലുള്ള ആ കൃപ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആ കൃപയിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ആരാധനയെ നമ്മെ പുനഃസ്ഥാപിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമുക്ക് സന്തോഷിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ
കർത്താവിൻ്റെ നാമത്തെ മഹോദീകരിപ്പാൻ ധാരാളമായിട്ടുള്ളതായ അവസരങ്ങൾ അടങ്ങിയിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ പാടും, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. കാരണം നമ്മെ വീണ്ടെടുത്തവൻ നമുക്കായി ജീവിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട്, നാം മരിക്കേണ്ടതായ സ്ഥാനത്ത് കർത്താവ് മരിച്ചതുകൊണ്ട്, നമ്മുടെ രക്തം ചീന്തേണ്ടടുത്ത് അവന്റെ രക്തം ചിന്തിയതുകൊണ്ട് കർത്താവിൽ നമുക്ക് സന്തോഷിപ്പാൻ ധാരാളം വകയുണ്ട്. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും, രക്തത്താലല്ലാതെ വിമോചനമില്ല എന്ന ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാൻ തക്കോണം സ്വന്തം രക്തം ചിന്തി. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ള കാലത്തോളം കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിപ്പാൻ ദൈവം വഴി തുറന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 5:11 പറയുക, എന്നാൽ നിന്നെ ശ്രവണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും, നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചറക്കും, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപയാണ് നമ്മെ വീണ്ടെടുത്തത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവാകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ അനേകമായിട്ടുള്ള ലംഘനങ്ങളെ ദൈവം ക്ഷമിച്ചു കളഞ്ഞു. കർത്താവായ യേശുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആ നമ്മെ വീണ്ടെടുത്തവൻ ജീവിക്കുന്നു. ആയനാൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം, ദൈവത്തിന്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. അതിനുവേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വിശുദ്ധ വിളിക്ക് യോഗ്യരായി ഫലം കായ്ക്കുവാൻ തക്കോണം നാം ഒരുക്കമുള്ളവരായി ദൈവകരങ്ങളിൽ നാം സമർപ്പിക്കണം. ദൈവത്തിൽ നാം ശരണം പ്രാപിക്കുമ്പോൾ ന്യായവിധി ദിവസത്തിൽ ദൈവം തൻ്റെ വിശുദ്ധ വസ്ത്രം നമ്മെ അലങ്കരിക്കുമ്പോൾ നമ്മുടെ ലംഘനങ്ങളെ ഒന്നും അവിടെ തെളിവാകയില്ല. കാരണം നാം ക്രിസ്തുവിൻ്റെ നീതിയെ ധരിച്ചവരാണ്. എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പാപികളെ നിന്റെ വഴി പഠിപ്പിക്കുക. യെശയ്യാ പ്രവാചകൻ ദൈവസിംഹാസനത്തിന്റെ ദർശനം കണ്ടു. താൻ പാപിയാണ് എന്ന് ഓർത്ത് തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു. അങ്ങനെ സ്വർഗ്ഗത്തിലെ ഒരു ദൂതൻ ഒരു കനല് കൊണ്ടുവന്ന യെശയ്യാവിന്റെ നാവിൽ തൊട്ടു, നീ ശുദ്ധിയുള്ളവനാകായി എന്ന് പറഞ്ഞു. അങ്ങനെ ശുദ്ധിയുള്ളവനായി തീർന്നു. ശുദ്ധിയുള്ളവനായി തീർന്നപ്പോൾ യെശയ്യാവ് പറയുകയാണ്, ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുന്ന യഹോവയുടെ ശബ്ദം കേട്ടപ്പോൾ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തെ നാം രുചിച്ചറിയുമ്പോൾ, ദൈവ സ്നേഹത്തെ നാം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ അനേകമായുള്ള പാപങ്ങളെ ദൈവം അകറ്റുമ്പോൾ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കുവാൻ തക്കോണം നാം ഒരുക്കമുള്ളവരായിത്തീരും. അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മെ വിശുദ്ധിയുടെ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ നമുക്കും അടങ്ങിയിരിക്കുവാൻ കഴിയില്ല.
ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീരുവാൻ, ശക്തിയുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നാം യാചിക്കുന്നവരായി തീരണം. നമ്മുടെ സ്വന്തം ശക്തിയിൽ നാം ഊന്നിയാൽ നമുക്ക് നേട്ടമുണ്ടാകുകയില്ല. നമുക്ക് ആത്മീയ നേട്ടം ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായി യേശുവിനെ നാം ശരണം പ്രാപിക്കണം. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവായ യേശുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അന്ധകാരത്തിലായിരിക്കുന്ന ദൈവമക്കളെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വെളിച്ചം അവിടെ മേൽ ചൊരിയുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് ദൈവം പറഞ്ഞു. നാം ദൈവത്തിന് വേണ്ടി വെളിച്ചമായി തീരേണ്ടവരാണ് ഈ ലോകത്ത്. ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ രക്ഷയുടെ ഉറവുകളായി ദൈവം വിളിച്ചു. പക്ഷേ അവർ ആ ഒരു ഉദ്ദേശത്തിൽ എത്തിച്ചേർന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഫലമായി ദൈവം അവരെ തള്ളിക്കളഞ്ഞു. പ്രിയമുള്ള ദൈവമക്കളെ, കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവോടുകൂടെ ഒട്ടിച്ചേർത്തിരിക്കുന്നു. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നമ്മെയും ദൈവം ആദരിക്കാതെ പോകും. അതുകൊണ്ട് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വേലയെ തികയ്ക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായി തീരണം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം ആ 3 ദൂതുകൾ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയുടെ പ്രവർത്തനം എന്താണ് എന്ന വെളിപ്പാട് പുസ്തകം നമ്മൾ വളരെ ശക്തമായി നമ്മോട് മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തിൻ്റെ വേല ലോകത്തെ അറിയിക്കുക, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ളതായ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്ന ഉള്ളതായ ഒരു ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ദൈവഭക്തനായ ദാവീദ് രാജാവ് അദ്ദേഹം കടന്നു പോയതായ ആ ജീവിതത്തിലെ അനേക അനുഭവങ്ങളെക്കുറിച്ച് ആത്മാവിൻ്റെ പ്രചോദനത്താൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഓരോ ഭാഗങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം എത്രമാത്രമാണ്, ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിനാൽ പ്രിയമുള്ള ദൈവമക്കളെ, ദാവീദ് രാജാവിനെ പോലെ ഞാൻ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്കിലുള്ള ഭക്തിയോടുകൂടെ നിന്നെ ആരാധിക്കും എന്ന് പറയുവാൻ തക്കോണം നമുക്ക് ഒരുക്കമുള്ളവരായി തീരാം. ദാവീദ് രാജാവിനെ പോലെ ദൈവത്തെ അനുഗമിക്കുന്നവരായി, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരായി നമുക്ക് തീരാം. ദൈവത്തിൻ്റെ ശക്തിയേറിയതായ വചനത്തെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവകൽപ്പനമേശുള്ള വിശ്വാസമുള്ളവരായി നമുക്ക് ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാത കർത്താവിൻ്റെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ വചനം പഠിച്ച കർത്താവെ, നിശ്ചയമുള്ളവരായി അങ്ങയുടെ വരവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ ശക്തിയുള്ളവരായി തീരുവാൻ അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ശക്തിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് വരുവോളം വിശ്വസ്തയുള്ളവരായി കേട്ട വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ ശക്തിക്കണം. സകലമാനവും മഹത്വവും പുകഴ്ചയും തിരുമണിയെടുക്കണം. യേശുമൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.